ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ലിൻസീസ് ലിങ്ക്. ഇന്ന് നമുക്ക് തന്തൂരി ചിക്കൻ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 5-6 വെളുത്തുള്ളിയുടെ അല്ലിയിടുക. പിന്നെ ഒരു 2 കഷ്ണം ഇഞ്ചി. നമ്മുടെ ആവശ്യത്തിനനുസരണം വേണം ഇഞ്ചിയും വെളുത്തുള്ളി ചേർക്കണം. അതുപോലെ തന്നെ നല്ല ഒരു പിടി മല്ലിയില ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് മുളക് പൊടി ചേർക്കാം. ഇത് ഞാൻ 1 ടേബിൾ സ്പൂൺ നമ്മുടെ എരിയുള്ള മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ എരിയില്ലാത്ത മുളക് പൊടിയും ചേർത്തു. അതിൻ്റെ കൂടെ സ്വല്പം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു 3 ഗ്രാമ്പു, 1 ടീസ്പൂൺ നമ്മുടെ ഏലക്കാപ്പൊടി, അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ നമ്മുടെ ഗരം മസാല, പിന്നെ 1 നാരങ്ങയുടെ നീര് പിഴിഞ്ഞതും ചേർത്തു. ഇതിനോടൊപ്പം തന്നെ നമ്മൾ വിനെഗർ ചേർക്കുന്നുണ്ട്. ഞാനിതിൽ ചേർക്കുന്നത് നമ്മുടെ ആപ്പിൾ സിഡർ വിനെഗറാണ് ചേർത്തത്. അത് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ഇത്രയും കൂടി ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല ഇതേപോലെ ഒരു പേസ്റ്റ് പരുവത്തിൽ അരിച്ച് എടുക്കുക. നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത്രയും വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണിത്. നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം, വളരെ ഈസി. അതുപോലെ ചിക്കൻ നല്ലപോലെ കഴുകി നല്ലപോലെ സ്ലിറ്റൊക്കെ ഇങ്ങനെ ഇട്ട് വരഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇത് സ്കിന്നോട് കൂടിയ ചിക്കനാണ് ഞാൻ തന്തൂരിക്ക് എടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ട് ഇനിയും നമുക്ക് നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് നമ്മുടെ ചിക്കനിലേക്ക് നമുക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. കണ്ടോ, ഈ അരപ്പ് നമ്മുടെ ഈ ചിക്കൻ നമ്മൾ വരഞ്ഞതിൻ്റെ അകത്തൊക്കെ ഈ അരപ്പ് നല്ലതുപോലെ കിട്ടണം. എന്നാൽ മാത്രമേ ഈ ചിക്കൻ്റെ ഒരു നല്ലൊരു സ്പൈസി, അതേപോലെ തന്തൂരിയുടെ ഒരു രുചിയൊക്കെ കിട്ടത്തുള്ളൂ. മസാല നല്ലതുപോലെ പിടിക്കണം. ഈ മസാലയുടെ എരിയും അതുപോലെ തന്നെ ഉപ്പും എല്ലാം നല്ലതുപോലെ ചിക്കനിലേക്ക് ഇൻഫ്യൂസ് ആകണം. ഇങ്ങനെ നല്ലതുപോലെ നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ച് ഏകദേശം ഒരു 15 മിനിറ്റ്സോളം നമ്മൾ വെക്കുകയാണെങ്കിൽ നമ്മുടെ ചിക്കൻ നല്ലതുപോലെ ടെൻഡറായി കിട്ടും. കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് നാരങ്ങ ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ആപ്പിൾ സിഡർ വിനെഗറും ചേർത്തു. അതുകൊണ്ട് ജിഞ്ചർ ഗാർലിക്ക് ഇതെല്ലാം ഉണ്ട്. അതായത് നമ്മുടെ ചിക്കൻ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഒന്ന് തന്തൂരിൽ നമ്മുടെ ബാർബിക്യൂ ഉണ്ടാക്കുന്ന ഇതിലേക്ക് വെച്ച് നമുക്ക് എളുപ്പം പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം ഓൾമോസ്റ്റ് ഞാനൊരു 15 മിനിറ്റ്സോളം ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. അതിനുശേഷം എടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ നമ്മുടെ ഇതിലേക്ക് വെച്ച് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, ഇതിലാണ് ഞാൻ കനലൊക്കെ നമ്മുടെ കരിയൊക്കെ ചാർക്കോളൊക്കെ ഇട്ടു ഒന്ന് തീ പിടിച്ച് വരുന്നുണ്ട്. കണ്ടോ, ഒരു സൈഡ് നല്ലതുപോലെ കനൽ വന്നിട്ടുണ്ട്, മറ്റേ സൈഡ് ആയി വരുന്നതേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിന് വെയിറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഒരു സൈഡായി, ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ പീസസ് ഓരോന്നോരോന്നായിട്ട് നല്ലതുപോലെ അടുക്കി വെച്ച് കൊടുക്കാം. ഇങ്ങനെ നല്ലൊരു നമ്മൾ ആ ഷോപ്പിൽ നിന്ന് ഹോട്ടൽസിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റാണ് ഈ തന്തൂരി ചിക്കനും നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നതിന് കിട്ടുന്നത്. ഓക്കെ, ഈ പാനിൻ്റെ അകത്ത് വെച്ച് ഇനി നല്ലതുപോലെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. ഒരു സൈഡ് നല്ലതുപോലെ കുക്കായതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് മറ്റേ സൈഡ് നമ്മൾ കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സൈഡ് ഞാൻ ഏകദേശം ഒരു 1-2 പീസ് ഞാൻ തിരിച്ചിട്ടു. കാരണം കൂടുതൽ കനലുള്ളിടത്ത് ഒന്നുകൂടെ തിരിച്ചിട്ടെടുത്തു. ഇതിപ്പോൾ എല്ലാ 2 സൈഡും ആയി കഴിഞ്ഞു. ഇത് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ ഒരു ബട്ടർ നമ്മളൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നുകൂടെ നല്ലതുപോലെ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അത് ബട്ടറും കൂടെ ഒന്ന് തേച്ച് എടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ തന്തൂരി ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ചൂടോടെ കഴിക്കാം. ചൂടോടെ ഇത് കഴിക്കാൻ നേരം നമുക്ക് വേണമെങ്കിൽ സോസും അതുപോലെ തന്നെ മയനീസും അല്ലെങ്കിൽ ഗാർലിക് പേസ്റ്റിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ്. പൊറോട്ട ഉണ്ടെങ്കിൽ പൊറോട്ട അല്ലെങ്കിൽ കുബൂസിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.